വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ആദ്യമായി നിഫ്റ്റി തന്നെ നമുക്ക് പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി ഒരു 110 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. അതും ഒരു എവർ ടൈം ഹൈലോട്ട് തന്നെ നീങ്ങിയിരുന്നു. എങ്കിൽ പോലും അത് ഹോൾഡ് ചെയ്യാൻ കഴിയാതെ താഴോട്ട് പോരുകയായിരുന്നു ചെയ്തത്. എന്നാൽ ആദ്യത്തെ ഒരു മിനിറ്റിൽ 1 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ച് സ്കാൾപ്പിംഗ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപക്ഷെ ഒരു ചെറിയ പോയിന്റിനുള്ള ഒരു 5-8 പോയിന്റിന് ATM-ൽ ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവാം. എന്നാലും അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ തുടർന്ന് നിഫ്റ്റി നമ്മൾ ചെറിയ ടൈമിൽ പരിശോധിക്കുമ്പോൾ ഡൗൺവേർഡ് പോരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഉയരം തന്നെങ്കിലും ഹോൾഡ് ചെയ്യാതെ തുടർന്ന് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് പിന്നീട് നല്ല ത്രൂ ഔട്ട് ഫാളിംഗ് ആയിരുന്നു നിഫ്റ്റി തന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും ഇത് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് ആദ്യം തന്നെ ഈ ലെവലിലോട്ട് നല്ല ഫാൾ കിട്ടി. എന്നാൽ തുടർന്ന് ഈ സപ്പോർട്ട് സോൺ ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ആ സപ്പോർട്ട് സോണിൽ നിൽക്കുമെന്ന് കരുതിയവർക്കും ഈ ഒരു നല്ല റേഞ്ച്, നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇവിടെ നിന്ന് വീണ്ടും നിഫ്റ്റി പരിശോധിക്കുമ്പോൾ, ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് അവരവരുടെ ട്രേഡിന് അവരുടെ കിട്ടിയ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തക്ക രീതിയിൽ, ലോക്ക് ചെയ്യത്തക്ക രീതിയിൽ എന്നാൽ കിട്ടിയ ലാഭത്തെ സംരക്ഷിക്കത്തക്ക രീതിയിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തു പോകുന്നവർക്ക് ഇന്ന് ഫുൾ ഡേ നല്ല ഒരു ഫാളാണ് ലഭിച്ചത്. എന്നാൽ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സപ്പോർട്ട് സോണുകളിൽ നിന്നും പലപ്പോഴും പ്രൈസ് അപ്വേർഡ് ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിലും വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോരുകയാണ് ചെയ്തത്. എന്നാൽ അവസാന മണിക്കൂറിലാണ് ഒന്ന് നിഫ്റ്റി ടേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ തോന്നിയ ആർക്കും നിറയെ ലാഭം ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും സെലക്ട് ചെയ്യേണ്ട ഒന്നും കാര്യമില്ല. പുട്ടിന്റെ പ്രൈസ് കൂടി പോകുന്ന കാണാം, നിഫ്റ്റി വീഴുന്നത് കാണാമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എല്ലാവർക്കും വളരെ ലാഭകരമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നാളെ തിങ്കളാഴ്ച ഇനി ഇന്നത്തെ ലെവലിനനുസരിച്ച് എന്തായിരിക്കും നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 22,505 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 22,379 ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ലോ ഞാൻ 22,347 എന്നത് അവിടെ നമ്മൾ മുൻപേ കഴിഞ്ഞ ദിവസവും രേഖപ്പെടുത്തിയിരുന്ന ലെവലിൽ തന്നെയാണ് നിഫ്റ്റി വന്ന് കൃത്യമായി ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ലെവലുകളും വളരെ കൃത്യമായി നമ്മളുടെ പ്ലാനിനെ പാലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാളെ, അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഈ ഏരിയയിൽ നിന്നും പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സ്റ്റോപ്പ് ലോസ് ആയി നൽകുന്ന അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ആണ്. എന്നാൽ അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന പ്രധാന റെസിസ്റ്റന്റ് സോണുകളാണ് ഇവിടെ തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ രണ്ടാമത് വീണ്ടും വരുമ്പോഴും ഈ 22,567 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, ഒരു 1 അവർ ക്യാൻഡിൽ അതിന് മുകളിൽ സ്റ്റേബിൾ ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ ടേൺ ചെയ്തേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ തുടർന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ എല്ലാം വീണതുപോലെ ഇങ്ങോട്ടേക്ക് സെല്ലായി വന്നതുപോലെ അത്ര ഫാസ്റ്റായിട്ട് അങ്ങോട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ കയറിക്കൊള്ളണമെന്നില്ല. എങ്കിലും ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു 6 ആക്ട് മോഡിൽ പ്രൈസ് അപ്വേർഡ് പോയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അഥവാ ഈ ലെവലിന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ തൊട്ട് മുകളിലുള്ള ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ PE തന്നെ ട്രേഡ് ചെയ്യാം. എന്നാൽ ട്രെൻഡ് ഫാളിംഗ് തന്നെ ആകുമോ എന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ഇന്നത്തെ ലോയായ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യാം. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. അങ്ങനെയെങ്കിൽ തുടർന്നും ഡൗൺവേർഡ് മാർക്കറ്റ് പ്രൈസ് മൂവ് ചെയ്തേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാന സപ്പോർട്ട് സോണുകൾ 22,180,
22,098 എന്ന ലെവലുകളാണ്. അതിനിടയിലുള്ള ഈ ലെവലുകൾ സപ്പോർട്ട് ചെയ്തേക്കാം. എന്നാൽ പ്രൈസ് ഈ ഏരിയയിൽ എവിടെ നിന്ന് വേണമെങ്കിലും വളരെ ഫാസ്റ്റായി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തേക്കാം, മൂവ് ചെയ്തേക്കാം. അങ്ങനെയെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ട്രേഡ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്തായിരിക്കണം നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 49,000 ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 48,728 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് തൊട്ട് താഴെ ഇന്ന് കിട്ടിയിരുന്ന ലോ 48,659 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ അപ്വേർഡ് മൂവ് ചെയ്യുന്നു എങ്കിൽ ഈ ലെവലിന് മുകളിൽ 49,000 മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് കണ്ടാൽ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ 49,182 തുടർന്ന് ലഭിക്കേണ്ട പ്രധാന റെസിസ്റ്റൻസ് സോൺ. എന്നാൽ ഇതിനിടയിലെല്ലാം ചെറിയ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഓരോ ലെവലുകളും വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ പ്രൈസ് ആക്ഷൻ പ്രകാരം ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ പ്രധാനമായും ഇന്നത്തെ ലോയ്ക്ക് താഴെ 48,659 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കുകയും തുടർന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ ഇവിടെ താഴെ രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ്. തിക്ക് ബ്ലൂ കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പ്രധാന സപ്പോർട്ട് സോണായി കണക്കാക്കുന്നവയാണ്. അതിൽ ആദ്യത്തേത് 48,361 തുടർന്ന് 48,147 എന്ന ലെവലുകളാണ്. എന്നാൽ ഇതിനിടയിൽ ചെറിയ ലൈനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 48,307, 48,087 എന്നിങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. തുടർന്ന് സെൻസെക്സിൽ എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് നോക്കാം. സെൻസെക്സിൽ 74,006 ഈ ലെവലാണ്, ഈ ഹൈ ആണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ റെസിസ്റ്റൻസ് സോണ്. അതുപോലെ തന്നെ 73,570 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ 73,660 എന്ന ഒരു ലെവൽ കൂടി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം വലിയ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു 15 മിനിറ്റ് സാധാരണ നിഫ്റ്റിയിൽ അതിൻ്റെ മൂവ്മെന്റ് അനുസരിച്ച് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഇത് സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും അല്പം റേഞ്ച് കൂടുതൽ മൂവ് ചെയ്യുന്ന ഇൻഡെക്സുകളായതുകൊണ്ട് ഒരു 15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടാറ്. ആ കണക്കിന് ഇവിടെ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈന് വീണ്ടും 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് തോന്നിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ ലഭിച്ച ഉയരം തന്നെയാണ്. എന്നാൽ ഈ ലെവലിന് മുകളിൽ വീണ്ടും ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ 74,161 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഒരുപക്ഷെ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ തുടർന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയവയാണ് പ്രധാന റെസിസ്റ്റൻസ് സോണുകളായി ഞാൻ കണക്കാക്കുന്നത്. അവ 74,342, 74,557, 74,813 എന്നിങ്ങനെയാണ് നിങ്ങൾക്ക് കാണാമെന്ന് വരുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം
ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോ തന്നെയാണ്. എന്നാൽ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാലും വീണ്ടും കിട്ടിയേക്കുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ സംഭവിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഇവിടെ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തുക. അവ 73,366, 73,211, 73,000, 72,873 എന്നിവയാണ്. എന്നാൽ ഈ ഏരിയയിൽ നിന്നെല്ലാം പ്രൈസ് വളരെ പെട്ടെന്ന് തന്നെ അപ്വേർഡ് ഡയറക്ഷനിൽ ഒന്ന് ടേൺ ചെയ്തേക്കാം. അത് വളരെ വിജിലന്റ് ആയിരിക്കണം. ട്രേഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ടാർഗറ്റുകൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ട്രേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന ലെവലുകൾ നിങ്ങൾക്ക് പ്രയോജനകരമായി ഫീൽ ചെയ്യുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് സാധ്യമാകും വിധം ഞാൻ അവിടെ അവയ്ക്ക് മറുപടി തരുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും സാധ്യമാകുന്ന മറുപടികൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അടിയിൽ ചേർത്തിരിക്കുന്ന വീഡിയോക്ക് താഴെ ചേർത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ട്രേഡിംഗ് ദിനത്തിലും എല്ലാവർക്കും ഒരു നല്ല പ്രോഫിറ്റബിൾ ട്രേഡുകൾ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.